ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഒരു ഫീലിങ്സ് എന്താണ്, അതുപോലെ തന്നെ അവർക്ക് എന്താണ് നിങ്ങളോട് പറയാനായിട്ടുള്ളത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ്, അതുപോലെ തന്നെ അവർക്ക് എന്താണ് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഒരു ട്രൂ ഫീലിങ്സ് എന്താണ്, അതുപോലെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ്. ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ, വാട്ട് ദേ വാണ്ട് ടു ടെൽ യു. ഈ സമയത്ത് അവരോടുള്ള ആ ഒരു ട്രൂ ഫീലിങ്സ്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ള ആ ഒരു ട്രൂ ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മളോട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ട്രൂ ഫീലിങ്സ്. നമുക്ക് 2 കാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ആ ഒരു ട്രൂ ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മളോട് നോക്കുന്നത്. ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ആ ഒരു ട്രൂ ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മളോട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. വാട്ട് ദേ വാണ്ട് ടു ടെൽ യു. ഓക്കെ, അപ്പോൾ നമുക്ക് മാസ്റ്റർ കാർഡ് കിട്ടുന്നത് കിങ് ഓഫ് കപ്സിന്റെ ഒരു എനർജിയാണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ഈ വ്യക്തി ഇപ്പോൾ ഒരു വളരെയധികം ഹൃദയഭേദകമായിട്ടുള്ള വേദന ഈ വ്യക്തി എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് വരിക. നിങ്ങളുടെ പേഴ്സൺ, ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി അവർക്ക് നിങ്ങളെ നഷ്ടമായി പോയി എന്നുള്ള ഒരു ഫീലിങ്സ് അവരെ വല്ലാതെ പിടിച്ച് ഉലച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഒരു ലോസ് ഫീലിങ്സ് ആണ് അവർക്ക്, അവരുടെ ഇമോഷൻസിൽ മൊത്തം നമുക്ക് കാണാനായിട്ട്. നഷ്ടമായി പോയി എന്നതിൻ്റെ ഒരു ഫീലിങ്സ് അത്രയും അപ്സെറ്റ് ആണ് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, പല കാര്യങ്ങളും ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി ഈ ഒരു സമയത്ത് അവരൊരു റീയൂണിയൻ വരെ ആഗ്രഹിക്കുന്നുണ്ടാകാം എന്നാണ് നമുക്ക് കിട്ടുന്ന ഒരു എനർജി. നിങ്ങളുമായിട്ട് ഒന്നിച്ചുള്ള ലൈഫും അവർ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവർ ആ കഴിഞ്ഞു പോയ സമയത്ത് നിങ്ങൾ സന്തോഷകരമായിരുന്ന ചെലവഴിച്ച ആ ഒരു സെലിബ്രേഷൻസ് എല്ലാം ഈ ഒരു സമയത്ത് അവർ ആലോചിക്കുന്നുണ്ട്. അത് വീണ്ടും തിരിച്ചു വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. പക്ഷെ അവര് ആ ഒരു കാര്യം, അവരുടെ ആ ഒരു ഇഷ്ടം അവർ നേടിയെടുക്കും എന്ന് തന്നെ അവർക്ക് ഇങ്ങനെ അവരുടെ മനസ്സിൽ ഫീൽ ആകുന്നുണ്ട്. ഞാനത് നേടിയെടുക്കും എന്ന് അതിനെക്കുറിച്ച് മാത്രമാണ് ഈ ഒരു പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അവരത് മനസ്സിൽ ഉറപ്പിച്ചു, എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് തിരിച്ചു പിടിക്കണം എന്ന് തന്നെ അവര് ഒരു ഡിസിഷൻ അവരുടെ മനസ്സിൽ അത്തരത്തിൽ എനിക്ക് കിട്ടും എന്നുള്ളൊരു ഫീലിംഗ് തന്നെയാണ് അവരിപ്പോഴും ഉള്ളത് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷനിൽ ഒരു പ്രോഗ്രസ് അല്ലെങ്കിൽ ഒരു മാറ്റം ഉണ്ടാകും എന്ന് ഈ വ്യക്തി വിശ്വസിക്കുകയാണ്. ആ വ്യക്തിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ആണ് ഉണ്ടാകുന്നത്. ഈ വ്യക്തി അങ്ങനെ തന്നെ വിശ്വസിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. രണ്ടുപേരും ഒരുമിച്ച് ചേർന്നാൽ മാത്രമേ ആ ഒരു പൂർണ്ണത, ഒരു ഫുൾഫിൽമെന്റ് അവർക്ക് ഉണ്ടാകുമെന്നും അവർ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ എന്താണോ നിങ്ങളുടെ മനസ്സിലുള്ളത്, ആ ഒരു ഫീലിങ്സ്, ആ ഒരു സെയിം ഫീലിങ്സ് തന്നെയാണ് നിങ്ങളുടെ ഈ വ്യക്തിക്കും ഉള്ളത് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു മിററിങ് എനർജി, അതായത് നിങ്ങൾക്കുള്ള ആ ഒരു എക്സ്പീരിയൻസ് എല്ലാ രീതിയിലും ഈ വ്യക്തിക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ നിങ്ങൾക്ക് ഒരുപാട് വേദന ഉണ്ടാകുന്നുണ്ട്, ഒരുപാട് നെഗറ്റീവ് ഫീലിങ്സ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതേ തരത്തിലുള്ള ഒരു ഇമോഷൻസും ഈ വ്യക്തിയിലും ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത്. അനുകൂലമായിട്ടുള്ള ഒരു സമയം, ഒരു അവസരം നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട്. ആ ഒരു സമയത്ത് തീർച്ചയായിട്ടും റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്കും അവർക്കും റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ലൈഫിലേക്ക് ചൂസ് ചെയ്യുക. നിങ്ങൾക്കുള്ള ഒരു അവസരമാണ് ലൈഫിലേക്ക് വന്നു ചേരുന്നത്. അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം ലഭിക്കുന്നു എന്ന് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം ആ ഒരു സമയത്ത് നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുക. എങ്കിലും നിങ്ങൾ പലർക്കും ഒരു പേടി ഉള്ളതായിട്ട് കാണുന്നുണ്ട്. തീരുമാനങ്ങൾ എടുക്കേണ്ടതിനെ കുറിച്ച് ഒരു പേടി ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു തീരുമാനം നിങ്ങൾക്ക് യോജിച്ചതാകുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് റൈറ്റ് ആണോ അല്ലയോ, ഇത്തരത്തിലുള്ള ഒരു കൺഫ്യൂഷൻ നിങ്ങൾ പലർക്കും ഉള്ളതായിട്ട് കാണുന്നുണ്ട്.
അതേപോലെ തന്നെയുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ പേഴ്സണലിലും കാണുന്നുണ്ട്. അവർക്ക് ആഗ്രഹമുണ്ട്, പല പ്രാവശ്യം നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എന്തൊക്കെയോ ചില തടസ്സങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ട്. ചിലപ്പോൾ ഈ വ്യക്തി ചില വ്യക്തികളെ ഭയക്കുന്നുണ്ടാകാം, ചില സാഹചര്യങ്ങളെ ഓർത്ത് അവർക്കൊരു അമിതമായിട്ടുള്ള ഒരു ചിന്ത ഉണ്ടാകുന്നതാകാം. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു സെപ്പറേഷൻ ടൈം ഈ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവര് ഒരുപാട് ചിന്തിക്കുന്നുണ്ട്, ഒരുപാട് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഉള്ള എല്ലാ വശങ്ങളെയും അവർ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവര് വളരെയധികം ആലോചിച്ച് റൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കണമെന്നും അവർ ചിന്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോഴുള്ള ഈ ഒരു സിറ്റുവേഷന് വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. ഈ വ്യക്തി ആയിട്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളിലേക്ക് വരാനായിട്ടുള്ള ഒരു ചാൻസസ് ആണ് നമ്മളിവിടെ കാണുന്നത്. നിങ്ങൾ ഇത്രയും നാളും ഏതൊരു ഒരു പ്രശ്നത്തിലാണോ അല്ലെങ്കിൽ എന്ത് പ്രശ്നത്തിലാണോ ലൈഫിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്, ആ ഒരു പ്രശ്നത്തിന് മൊത്തത്തിൽ ഒരു മാറ്റം വരുന്നു. ഒരു പ്രണയത്തിന്റെ എക്സ്ട്രാ ഫ്ലോ ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത്. ദാറ്റ് മീൻസ് ആ വ്യക്തി നിങ്ങളിലേക്ക് കൂടുതലായിട്ട് അടുക്കാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ്. മേ ബി ഈ ഒരു റീഡിംഗ് കേൾക്കുന്ന സമയത്തും ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് എങ്കിൽ ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ അരികിൽ വരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആ ഒരു കാര്യം നിങ്ങളെ അറിയിക്കുവാനായിട്ട് അവർ ഇഷ്ടപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും അവർ നിങ്ങളുമായിട്ട് ഒന്നിച്ചു ചേർന്ന് കൈകോർത്ത് പിടിച്ച് അവരുടെ കയ്യിലുള്ള എല്ലാ സ്നേഹവും നിങ്ങൾക്ക് നൽകിക്കൊണ്ട് കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് പോകും. അങ്ങനെ പോകാനായിട്ടും അവരും ഒത്തിരി ആഗ്രഹിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത്രയധികമായിട്ടുള്ള ഒരു ലൈഫ് ലെസൺസ് ഒക്കെ ഇതിനോടകം തന്നെ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളെ വിട്ട് പിരിയരുത് എന്ന ഒരു റിയലൈസേഷൻ ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട്. നിങ്ങൾ സെപ്പറേഷനിലായി പോയ ആ ഒരു സമയത്ത് നിങ്ങളുടേതായ ഓർമ്മകൾ, സെപ്പറേഷനിലായിരുന്ന ഓരോ നിമിഷവും അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇങ്ങനെ അമിതമായി അവരിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു സമയത്താണ് അവരുടെ ഉള്ളിൽ ഇത്രയും ഒരു ഡീപ്പായിട്ടുള്ള ഫീലിങ്സ് ആണ് നിങ്ങളോട് ഉണ്ടായിരുന്നത് എന്ന് ആ വ്യക്തി മനസ്സിലാക്കിയത്. ഓക്കെ, അപ്പൊ അവരുടെ ജീവിതത്തിൽ തന്നെ ഒരു പ്രകാശമാണ് നിങ്ങൾ. അതുകൊണ്ട് ഒരിക്കലും അവരുടെ ലൈഫിൽ ഒരു ശൂന്യത, ഒരു ഡാർക്ക്നെസ് ഉണ്ടാകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ അത് തന്നെയാണ് നമുക്കിവിടെ റീഡിങ്ങിൽ കാണാനായിട്ട് പറ്റുന്നത്. നമുക്ക് കുറച്ച് ക്ലാരിഫിക്കേഷൻ കാർഡ് കൂടി ഒന്ന് എടുത്തു നോക്കാം. ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ? ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. ക്ലാരിഫിക്കേഷൻ. ഓക്കെ, ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ? അപ്പോൾ ക്ലാരിഫിക്കേഷൻ കാർഡുകൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ വളരെയധികമായിട്ടുള്ള ഒരു സ്നേഹവുമായിട്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് ഈ ഒരു പേഴ്സൺ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതിന്റെ ഒരു ഇത് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാർഡ് തന്നെയാണിത്. പിന്നെ നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു ഫൗണ്ടേഷൻ, ഒരു അടിത്തറ വേണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. അതായത് ഇതൊരു ലോങ് ടൈം കമ്മിറ്റ്മെന്റ് ആക്കി നിലനിർത്താനായിട്ട് അവർ ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് 6 ഓഫ് കപ്സിന്റെ ഒരു എനർജിയാണ്. 6 ഓഫ് കപ്സിന്റെ എനർജി എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന, ചിലപ്പോൾ നിങ്ങൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ഒക്കെ ആകാനുള്ള ചാൻസ് ഉണ്ട്. ആ സമയത്തൊക്കെ നിങ്ങൾ തമ്മിൽ ഉണ്ടായ ആ മെമ്മറീസ് ഒക്കെ ഈ ഒരു വ്യക്തി ഒത്തിരിയായിട്ട് ഓർത്തെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ഒരു സ്നേഹം, ഒരു കെയറിങ് ഒക്കെ ഇവർ തരാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് ഒരു പ്രതീക്ഷകളും ഒരു എക്സ്പെക്ടേഷനും വെച്ചിട്ടല്ല അവർ നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നത്. തുറന്ന ഒരു സ്നേഹം, ഒരു വളരെയധികമായി അവരുടെ മനസ്സിൽ കെട്ടി നിൽക്കുന്ന ആ ഒരു സ്നേഹം ഞങ്ങൾക്ക് തരാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് 8 ഓഫ് സോൾസിന്റെ ഒരു എനർജിയാണ്. അതായത് നെഗറ്റീവ് തോട്ട്സ്, അവർക്ക് ഒത്തിരി നെഗറ്റീവ് തോട്ട്സ് ഉണ്ടായിരുന്നു. അവര് തന്നെ വിചാരിക്കുന്നുണ്ടായിരുന്നു ഞാൻ എന്തോ ഒരു ഇതിൽ പെട്ട് കിടക്കുകയാണെന്നുള്ള രീതിയിൽ. അതെല്ലാം റിലീസ് ചെയ്ത് അതിൽ നിന്നെല്ലാം ടേക്ക് ഓഫ് ചെയ്ത് ആ ഒരു നെഗറ്റീവ് തോട്ട്സ് എല്ലാം ഒന്ന് കളഞ്ഞതിന് ശേഷം പുതിയൊരു മനുഷ്യനായിട്ട് തിരിച്ചു വരാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 8 ഓഫ് കപ്സിന്റെ എനർജിയാണ് പിന്നെ നമുക്ക് വരുന്നത്. വളരെ ഒരു ഡിസപ്പോയിൻമെന്റ് ആയിട്ടുള്ള ഒരു സമയങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞു പോയിരിക്കുന്നു. അതെല്ലാം ഇപ്പോൾ ഇവരായിരിക്കുന്ന അവസ്ഥയിൽ അവർക്ക് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു നിരാശയും ഒരു പൂർണ്ണതയില്ലാത്ത അവസ്ഥയും ഒരു സക്സസ്സും ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്.
അപ്പൊ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ നിന്ന് ക്രിയേറ്റീവ് ഒരു ബ്ലോക്ക് ഉണ്ടാക്കിക്കൊണ്ട് ആ ഒരു അവസ്ഥയിൽ നിന്നും ആ ഒരു വേദനയിൽ നിന്ന് ആ ഒരു നിരാശയിൽ നിന്നൊക്കെ പുറത്തേക്ക് നടന്നു നീങ്ങാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് നിന്ന് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് അവരെ മൊത്തത്തിൽ നെഗറ്റീവ് എനർജി എല്ലാം എടുത്തു കളഞ്ഞതിന് ശേഷം നിങ്ങളിലേക്ക് വരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളില്ല എങ്കിൽ അവർ വെറും ഒരു ശൂന്യമായ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ വെറും വട്ടപൂജ്യമാണ് എന്നുള്ള ഒരു കാര്യം അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രകാശത്തിലേക്ക് നടന്നു നീങ്ങാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഒരു കുറച്ച് സോൾ മെസ്സേജസും കൂടി നമുക്കൊന്ന് എടുത്തു നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. Soul messages from your person. Soul messages from your person. ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നോക്കുന്നത്. ഫസ്റ്റ് മെസ്സേജ്, ഐ ഹൈഡ് മൈ ഫീലിങ്സ് ഫോർ യു. ഓക്കെ, നിങ്ങളോടുള്ള ഫീലിങ്സ് അവർ ഇത്രയും നാൾ ഹൈഡ് ചെയ്ത് പിടിച്ചിരിക്കുകയായിരുന്നു. ഇനി അത് അവർക്ക് ഹൈഡ് ചെയ്ത് പിടിക്കാനായിട്ട് കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. ഐ മിസ് യുവർ പ്രസൻസ്. നിങ്ങളുടെ പ്രസൻസ് അവർ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത്. യു ആർ മൈ പെർഫെക്റ്റ് പാർട്ട്ണർ. നിങ്ങളാണ് അവരുടെ പെർഫെക്റ്റ് പാർട്ട്ണർ എന്നുള്ളൊരു കാര്യം അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഐ ഫീൽ എംപ്റ്റി വിത്തൗട്ട് യു. ഐ ആം ചേഞ്ചിങ് ആൻഡ് ലേണിംഗ് സം ഹാർഡ് ലെസൺസ് മൈറ്റ് നൗ. ഓക്കെ, നമുക്ക് റീഡിങ്ങിന്റെ ലാസ്റ്റിലേക്ക് വരുമ്പോൾ ഒക്കെ കിട്ടിയ റീഡിങ്ങുമായിട്ട് ഒത്തിരി റിലേറ്റ് ചെയ്ത് കിട്ടിയ കാര്യങ്ങൾ തന്നെയാണ്. അവരിപ്പോൾ ഒത്തിരി അവരുടെ ലൈഫിലെ എക്സ്പീരിയൻസ്, പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്ന് പല ലെസൺസും അവരിന്ന് പഠിച്ച് മനസ്സിലാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ അവർക്ക് ഒത്തിരിയധികം ശൂന്യത അനുഭവപ്പെടുന്നു. നിങ്ങളില്ലാതെ ആകുമ്പോൾ അവർ വളരെ ശൂന്യമായി മാറുന്നു, ശൂന്യത അവർക്ക് അനുഭവപ്പെടുന്നു എന്നാണ്. ഓക്കെ, ഇത് റീഡിങ്ങുമായി ഒത്തിരി റിലേറ്റ് ചെയ്ത് വരുന്ന സോൾ മെസ്സേജസ് ആണ്. ഐ വാണ്ട് ടു ടെൽ യു സം മെസ്സേജസ്. അവർക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഐ നോ ഐ ഹേർട്ട് യു. ഓക്കെ, അവർക്കറിയാം അവര് നിങ്ങളെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്, വിഷമിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അവർക്കറിയാം എന്നാണ് അവർ പറയുന്നത്. ഐ കനോട്ട് സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് യു. അവർക്ക് ഒരിക്കലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിർത്താനായിട്ട് സാധിക്കില്ല. എപ്പോഴും അവർക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഐ ഫീൽ റൊമാൻറ്റിക് ഫോർ യു. ഓക്കെ, ഒത്തിരി ഒരു റൊമാൻറ്റിക് ഫീലിങ്സ് അവർക്ക് നിങ്ങളോട് തോന്നുന്നുണ്ട് ഈ ഒരു സമയത്ത് എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടെ നമുക്കൊന്ന് എടുത്ത് നോക്കാം. Clues related to this reading. Okay. ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് മെയ് മന്ത് ആണ്. ഇവിടെ ഫസ്റ്റ് ക്ലൂ കിട്ടുന്നത് മോൾ ഓൺ റൈറ്റ് ചിക്സ്. റൈറ്റ് സൈഡിലെ കവിളില് മറുകളുള്ള വ്യക്തികളായിരിക്കാം, നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ. ചാരിറ്റി എന്ന് പറയുന്ന ഒരു ക്ലൂ കിട്ടുന്നുണ്ട്. ലോങ് ഡിസ്റ്റൻസിലുള്ള വ്യക്തികളായിരിക്കാം നിങ്ങളും നിങ്ങളുടെ പേഴ്സണും. മെസ്സി ഹെയർ സ്റ്റൈല്, മെസ്സി ആയിട്ട് ഹെയർ സ്റ്റൈല് ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. 25 എന്ന് പറയുന്ന നമ്പർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കൈൻഡ്നെസ്, നല്ല ദയുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 5. ലെറ്റർ സി. ടാറ്റു ഓൺ ഹാൻഡ്, ടാറ്റു ആർട്ടൊക്കെ കൈകളിൽ ചെയ്തിട്ടുള്ളവരായിരിക്കാം. പേഷ്യൻസ്, ക്ഷമയുള്ള വ്യക്തികളായിരിക്കാം. 1987. 43 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നുണ്ട്. നമ്പർ 3. മ്യൂസിക്, ഈ റിലേഷൻഷിപ്പിന് മ്യൂസിക്കുമായിട്ട് ബന്ധമുണ്ടായിരിക്കാം. 2003 എന്ന് പറയുന്നൊരു വർഷം നമുക്ക് കിട്ടുന്നുണ്ട്. 1998 എന്ന് പറയുന്ന വർഷം കിട്ടുന്നു. 36 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നു. 2 months. ഓക്കെ, ഒരു പോസിബിലിറ്റി ആണ് 2 months. ലെറ്റർ എൽ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1986 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നു. ലെറ്റർ എസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. എൻകറേജസ് യു. ഓക്കെ, നിങ്ങളെ ഒത്തിരി എൻകറേജ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ ഒത്തിരി എൻകറേജ് ചെയ്തിട്ടുണ്ടാകാം. 42 എന്ന് പറയുന്ന ഒരു നമ്പർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 45, നമ്പർ 47, ലെറ്റർ H, ലെറ്റർ T, നമ്പർ 6, 2001, നമ്പർ 31, വയനാട് ഡിസ്ട്രിക്റ്റ്, നമ്പർ 22, വൈറ്റ് ബട്ടർഫ്ലൈസ്. ഈ ഒരു സമയത്ത് നിങ്ങൾ വൈറ്റ് ബട്ടർഫ്ലൈസ് ഒക്കെ കാണുന്നുണ്ടാകും. ഒരു മാറ്റത്തിന്റെ സൈനാണ് വൈറ്റ് ബട്ടർഫ്ലൈസ്. ദിസ് മന്ത് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നേച്ചർ, പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ. അപ്പോൾ ഇത്തരം ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങും അതുപോലെ തന്നെ ക്ലൂസും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക,
മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.